ഫ്രണ്ട്സ് ഞങ്ങൾ ബ്ലൂ കളർ ഉണ്ടാക്കിയത് അത് പോയി, അതുകൊണ്ട് ഇപ്പം ഞാൻ ബ്ലൂ കളർ ഉണ്ടാക്കിയത് കാണിക്കുകയാണ്. അപ്പോൾ എന്തുവാണ് നിൽക്കുക അതിന് മുമ്പ് ഒരു കാര്യം. അപ്പോൾ എന്താന്ന് പറയുന്നത് ഓക്കെ. അപ്പോൾ എനിക്ക് മാർക്ക് കിട്ടി. നമുക്ക് അടുത്ത് പിടിക്കാൻ സങ്കടപ്പെടണ്ട. ഓക്കെ, അടുത്ത് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഞെട്ടും. ഇപ്പം യൂസ് ചെയ്ത ഈ ഫുൾ കളേഴ്സും യൂസ് ചെയ്യാത്ത എല്ലാം യൂസ് ചെയ്യാത്ത എല്ലാ കളറും കൊണ്ടും ഒരു നല്ല സാധനം ഉണ്ടാക്കുക. എല്ലാ കളേഴ്സും വേണമെന്നില്ല, ചില കളേഴ്സും മതി. മിക്സ് ചെയ്യുന്നവരെ അപ്പം ഞാൻ ഇതിൽ നിന്ന് പുറത്താക്കും. ഒരു കളറായാലും കുഴപ്പമില്ല, 2 കളറായാലും 10 കളറായാലും 12 കളറായാലും കുഴപ്പമില്ല. അപ്പോൾ അടുത്തുണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ് ഞാനും ഉണ്ടാക്കി കഴിഞ്ഞു, ഹേമനും ഞാൻ ഒരുമിച്ച് ഉണ്ടാക്കി കഴിഞ്ഞു, പെട്ടെന്ന് കഴിഞ്ഞു. ഞങ്ങൾ ഉണ്ടാക്കിയത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഉണ്ടാക്കിയത് സദ്യ. ഇത് അത്രയ്ക്കൊന്നും പോരെങ്കിലും പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഹേമൻ്റെത് ഇതെന്താ എനിക്ക് മനസ്സിലായില്ല. ഇത് അപ്പല്ലേടി? അപ്പം ഉണ്ടാക്കി. അത് അപ്പം, ഇത് അപ്പക്കാലിൻ്റെ അടിയിലുണ്ട്, അത് വിചാരിച്ചത്. എൻ്റെത് പപ്പടം, ഇതെന്താ ചോറ്, സാമ്പാർ, ഇത് അവിയൽ, ഇതൊരു കറി, ഇതെന്തോ കറി, ഇതൊരു പഴമായിട്ട് വിചാരിച്ചു, ചുമലപ്പഴയില്ല. ഇത് അവിയൽ. ഇനി ഇവിടെയൊക്കെ ഇല എനിക്ക് ഏറ്റവും നല്ല ഏറ്റവും. ഓക്കെ, ജഡ്ജിൻ്റെ തീരുമാനം എന്താ? ഇവിടെ ഹേമന് വിഷമം തോന്നും, പക്ഷെ ക്രിയേറ്റീവായിട്ട് ചെയ്തത് ഹാനന്ന സോബിനാണ്. വിഷമം തോന്നുന്നവരെ പോയിട്ട് കൊടുക്കാൻ പറ്റുമോ? നല്ലതായിട്ട് ഉണ്ടാക്കിയാക്കല്ലേ പോയിട്ട് കൊടുക്കുന്നത്. ഹാഫ് മാർക്ക്. അപ്പൊ ഇതിന് ഹേവന് ഹാഫ് മാർക്ക്, എനിക്ക് 1 പോയിന്റ്. അപ്പൊ എനിക്ക് 3 പോയിന്റ്. അയ്യോ, ഞാനിവിടെ ഇല്ല, എനിക്ക് പോയിന്റ് കിട്ടാത്തല്ലോ. ഫുൾ 3 പോയിന്റ്സ് എനിക്ക്. ഹേവന് 1/2 അല്ലേ, അപ്പൊ 2 ആയില്ലേ? 2 ഉണ്ട് ഹേവന്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത് ഉണ്ടാക്കാം. അടുത്ത കളർ ഹേവൻ വേഗം ചൂസ് ഞാൻ വെച്ചോളാം. അടുത്ത കളർ റെഡ്. ഓക്കെ, അപ്പൊ റെഡ് ആണ് ഇനി എടുത്തത്. ഓക്കെ, ഇത് കൊണ്ട ചമ്മന്തി ഇങ്ങനെ ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ എന്താ റെഡ് കളറാണ് ഹേവൻ ചൂസ് ചെയ്തിരിക്കുന്നത്. വെരി